ദേശാഭിമാനി ഞായറാഴ്ച പ്രസിദ്ധീകരിക്കാനുള്ള വാരാന്ത്യ പതിപ്പ് ഇന്ന് പുറത്തിറക്കിയില്ല. കള്ളൻ വിജയൻ എന്ന തലക്കെട്ടിൽ ഒരു ഫീച്ചർ ഉൾപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് അച്ചടിച്ച വാരാന്ത്യ പതിപ്പ് വായനക്കാരിൽ എത്താതിരുന്നത്. ഇതോടെ VS അച്യുതാനന്ദനെ കുറിച്ച് എഴുതിയ ലേഖനവും പുറത്തിറങ്ങിയില്ല. വീണ്ടും മുഴങ്ങുന്നു കടലിരമ്പം എന്ന തലക്കെട്ടിൽ മുൻ പ്രസ് സെക്രട്ടറി KV സുധാകരനാണ് ലേഖനം എഴുതിയത്. വിവാദമായതോടെ റെസിഡന്റ് എഡിറ്റർ M സ്വരാജ് അല്പസമയത്തിനകം മാധ്യമങ്ങളെ കണ്ട് വിശദീകരിക്കും. റാഹിസ് റഷീദ് വിവരങ്ങളുമായി ചേരുകയാണ്. റാഹിസ്, അച്ചടിച്ചതിന് ശേഷമാണ് വാരാന്ത്യ പതിപ്പ് പുറത്തിറക്കാത്തത്. അതിനെന്തു ന്യായീകരണമാണ് പറയാനുണ്ടാവുക റെസിഡന്റ് എഡിറ്റർക്ക്? മധു, ഇന്നിറങ്ങേണ്ട ദേശാഭിമാനിയുടെ വാരാന്ത്യ പതിപ്പ് പതിവ് പോലെ തന്നെ അച്ചടിച്ചിരുന്നു. അത് വായനക്കാരിലേക്ക് എത്തിക്കുന്നതിന് മുമ്പാണ് ചില പിശകുകൾ ദേശാഭിമാനിയിലെ പ്രധാനപ്പെട്ട ആളുകൾ കണ്ടത്. അതായത് അതിനകത്ത് കള്ളൻ വിജയൻ എന്ന തലക്കെട്ടിൽ ഒരു ഫീച്ചർ ഉണ്ടായിരുന്നു. അത് തിരുവനന്തപുരത്തെ ഒരു നാടക ഗ്രാമവുമായി ബന്ധപ്പെട്ട അവിടുത്തെ ഒരു വിജയൻ എന്ന ആളുമായി ബന്ധപ്പെട്ട ഒരു ഫീച്ചറായിരുന്നു. പക്ഷേ അതിൻ്റെ തലക്കെട്ട് കള്ളൻ വിജയൻ എന്ന് കണ്ടതോടുകൂടി ആ വാരാന്ത്യ പതിപ്പ് വായനക്കാരിലേക്ക് നൽകേണ്ടതില്ല എന്ന തീരുമാനം ദേശാഭിമാനി എടുത്തു. പക്ഷേ അതുകൊണ്ട് സംഭവിച്ചത്, നാളെ VS അച്യുതാനന്ദൻ മരിച്ചിട്ട് 1 വർഷം തികയുകയാണ്. VSനെ കുറിച്ചുള്ള ലേഖനമായിരുന്നു 1-ാം പേജിൽ ഉണ്ടായിരുന്നത്. മുൻ പ്രസ് സെക്രട്ടറി ആയിരുന്ന KV സുധാകരനായിരുന്നു അത് എഴുതിയിരുന്നത്. ആ ലേഖനം ഇന്ന് പുറത്തേക്ക് വന്നില്ല എന്നതാണ് അതുകൊണ്ട് സംഭവിച്ച വലിയൊരു നഷ്ടം. ആദ്യം VSന്റെ ലേഖനം ഉള്ളതുകൊണ്ട് വാരാന്ത്യ പതിപ്പ് പുറത്തിറക്കിയില്ല എന്ന തരത്തിലായിരുന്നു പുറത്ത് വാർത്തകൾ വന്നിരുന്നത്. പിന്നീട് ദേശാഭിമാനി മാനേജ്മെന്റുമായി സംസാരിച്ചപ്പോഴാണ് അതല്ല, ഇതാണ് കാര്യം, കള്ളൻ വിജയനാണ് കാര്യമെന്ന കാര്യം നമ്മളോട് പറഞ്ഞത്. ദേശാഭിമാനിയുടെ റെസിഡന്റ് എഡിറ്റർ M സ്വരാജ് അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഔദ്യോഗികമായ വിശദീകരണം ഇക്കാര്യത്തിൽ പാർട്ടിയുടെയും ദേശാഭിമാനിയുടെയും പുറത്തേക്ക് വരിക. റാഹിസ് റഷീദ് വിവരങ്ങൾ നൽകിയത്.